നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൊതുവേദിയിൽ കയറി നിന്ന് ഗവർണറെ ഭ്രാന്തനെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് സ്വരാജ് സഖാവിന്റെ ഒടുക്കത്തിന്. രാജ്ഭവനിൽ നിന്ന് ഉടൻ ഇണ്ടാസ് എത്തുമെന്ന വിവരം പുറത്ത്. സ്വരാജിന് നേരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ആരിഫ് ഖാൻ. നിരന്തരം ഗവർണർക്കെതിരെ അതിരുവിട്ട പ്രതികരണങ്ങളാണ് CPM നടത്തുന്നത്. എന്നാൽ സ്വരാജ് സഖാവിന് നല്ല കിടിലൻ മറുപടി 4 വഴിക്കൂടെയും ഇപ്പോൾ കിട്ടുകയാണ്. ചിത്തഭ്രമം ബാധിച്ച ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയതാണ് മലയാളി ചെയ്ത തെറ്റ്. ആ തെറ്റ് ഉടനെ തിരുത്തുമെന്നാണ് സ്വരാജിന് മറുപടി. തലയ്ക്ക് വെളിവില്ലാതായി മൈക്കിനോട് വരെ ദേഷ്യപ്പെടുന്ന ക്യാപ്റ്റനല്ലേ ശരിക്കും ഭ്രാന്ത്? അതിനെയും താങ്ങി നടക്കുന്ന സ്വരാജ് സഖാവിനെ പോലുള്ള കൂട്ടരാണ് യഥാർത്ഥ കാലുനക്കികൾ. സുഖിപ്പിച്ചു നിർത്തിയാൽ വല്ല കസേരയും കിട്ടുമോ എന്ന് അവസാന നിമിഷം വരെ നോക്കണം സഖാവെ. വെറുതെ വടി കൊടുത്ത് അടിമേടിച്ചിരിക്കുകയാണ് സ്വരാജ് സഖാവ്. തെറ്റുതിരുത്താനുള്ള CPM ആഹ്വാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും അനുസരിക്കുന്നില്ല. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടാക്കിയതെന്ന വിലയിരുത്തൽ CPMൽ തന്നെയുണ്ട്. ഇനിയും വിടുവായത്തങ്ങൾ ആരും വിളിച്ചു പറയരുതെന്ന് CPM യോഗങ്ങളിലെല്ലാം ഉയർന്ന വാദം. എന്നാൽ അതിനെയെല്ലാം നശിപ്പിക്കുന്നത് ഈ മുന്തിയ നേതാക്കന്മാർ തന്നെയാണ്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുതെന്നായിരുന്നു നിർദ്ദേശം. ഇതാദ്യമായി ലംഘിക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നടത്തിയത് ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ്. ഈ പരിഹാസത്തിനെതിരെ ഗവർണർ നിയമ നടപടിക്ക് ശ്രമിക്കുന്നുവെന്നാണ് സൂചനകൾ. ചിത്തഭ്രമമുള്ളവർക്ക് MPയോ MLAയോ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണറാകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുന്നില്ല. ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നായിരുന്നു സ്വരാജ് പരിഹസിച്ചത്. സ്വരാജിന്റെ ആക്ഷേപം എല്ലാ അതിരുകളും ലംഘിക്കുന്നതായിരുന്നുവെന്ന വിലയിരുത്തൽ സജീവമാണ്. സ്വരാജിന്റെ പ്രസ്താവന രാജ്ഭവനും പരിശോധിച്ചു വരികയാണ്. മാനനഷ്ട കേസ് കൊടുക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല. എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും ഗവർണർ എത്തിക്കും. ഗവർണർക്കെതിരായ കലാപാഹ്വാനമായി ഇതിനെ രാജ്ഭവൻ എടുക്കുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കുടുക്കാനും ആലോചനകളുണ്ട്. കാരണം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് ഗവർണർ. അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും ഇത്തരത്തിലുള്ള അതിര് കടന്നു പോകുന്ന പ്രസ്താവനകളുമെല്ലാം വലിയ പണി കിട്ടുന്നതാണ്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടനാ വായന സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു സ്വരാജ് പരിധിവിട്ട വിമർശനം നടത്തിയത്. ഗവർണറെ കേരളത്തിൽ ആരും ഇത്തരത്തിൽ തരംതാണ ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പോലും പറയുന്നത്. ഗവർണർക്കെതിരെ സ്വരാജ് രോഷത്തോടെ പ്രതികരിച്ചതിന് അദ്ദേഹം ഒരു ന്യായവും പറഞ്ഞാണ് വിവാദ പരാമർശം നടത്തിയത്. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം 2 കൊല്ലം മുൻപ് CPMനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു. വൈദേശിക ആശയത്തെ മുറുകെ പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല, RSSന്റെ വിമർശനമാണെന്ന് സ്വരാജ് വ്യക്തമാക്കിയത്. പ്രസംഗം അങ്ങോട്ട് തുടങ്ങി കത്തിക്കയറി വന്നപ്പോഴാണ് നാവിൽ വന്ന ചിത്തഭ്രമം എന്ന പരാമർശം കൈവിട്ടുപോയത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം CPMനുള്ളവർക്ക് തന്നെ ഉണ്ട്. സ്വരാജിന്റെ ആ വിവാദ പരാമർശം നോക്കാം. വിവരദോഷം ഇപ്പോൾ ഗവർണറാണെങ്കിലും ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്ന് സ്വരാജ് പറഞ്ഞത്. MLAയും MPയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം. ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല, ഭ്രാന്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ നിബന്ധനയില്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അത് ഗവർണറുടേതാണ്. ഗവർണറാകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകകരമായി തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറാകുമെന്ന് കരുതിയിട്ടോ മറ്റോ
ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗവർണറാകാൻ 35 വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഗവർണറുടെ കാര്യത്തിൽ ഇതായിരുന്നു സ്വരാജിന്റെ വിവാദ പരാമർശം. ഇത് സ്വരാജ് ഇതങ്ങോട്ട് പറഞ്ഞ് തീർന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ വലിയ പ്രതിഷേധത്തിനും വിവാദങ്ങൾക്കും ഇത് തിരികൊളുത്തുകയായിരുന്നു. പക്ഷേ സ്വരാജ് ഇത് പറഞ്ഞതും നേരെ ബൂമറാങ്ങായി തിരിച്ചടിച്ചിട്ടുണ്ട്. ആ തിരിച്ചടിച്ചത് പിണറായിയുടെ മൂട്ടിലാണെന്ന് മാത്രം. ചിത്തഭ്രമം വെളിവില്ല എന്നുള്ള ഡയലോഗുകൾ പ്രതിപക്ഷവും BJPക്കാരും പിണറായിക്കെതിരെ എടുത്തിട്ട് പ്രയോഗിച്ചു. ഈ പറഞ്ഞ പഞ്ച് ഡയലോഗ് നേരിട്ട് ക്ലിഫ് ഹൗസിൽ ചെന്ന് പറയണം സഖാവേ എന്നായിരുന്നു ട്രോള്. മാധ്യമങ്ങളോട് കടക്കുപുറത്ത് പറയുക, മൈക്ക് കേടായാൽ മൈക്കിനോട് ദേഷ്യപ്പെടുക, മൈക്കിനെ അറസ്റ്റ് ചെയ്യുക. നവകേരള ബസിന് നേരെ യൂത്ത് കോൺഗ്രസ് ഷൂ എറിഞ്ഞപ്പോൾ മുഖ്യനെ ഷൂ എറിഞ്ഞു കൊല്ലാൻ നോക്കിയെന്ന് കേസെടുപ്പിക്കുക. യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പൊളിച്ച DYFIക്കാർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്നും അവർ രക്ഷിക്കൽ സംഘമാണെന്നും പറയൽ. എന്നിട്ടും മുഖ്യന് വെളിവുണ്ടെന്ന് പറയുന്ന സ്വരാജിനെ പോലുള്ളവർക്കല്ലേ ശരിക്കും വെളിവില്ലാത്തത്? ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ നേതാക്കൾ പച്ചയ്ക്ക് പറയുന്നു പിണറായിക്ക് വെളിവില്ല, ഇറക്കി വിടണമെന്ന്. എന്നിട്ടും താങ്ങുന്ന സ്വരാജെ, നിങ്ങൾ ഉൾപ്പെട്ട സംഘത്തിനല്ലേ മുഴുത്ത പട്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ട്രോളുകളും ഒക്കെയാണ് ഇപ്പോൾ സ്വരാജിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CPMന്റെ ഒരു വലിയ തീരുമാനമായിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന നേതൃയോഗത്തിലും കൂടാതെ അങ്ങ് കേന്ദ്ര കമ്മിറ്റി PB നടത്തിയ ചർച്ചയിലുമൊക്കെ പ്രധാനമായും ഉയർന്നു വന്ന ഒരു ചർച്ചയായിരുന്നു CPM നേതാക്കളിലെ ഇത്തരത്തിലുള്ള അതിരുവിട്ട പ്രസ്താവനകൾ. നാവിന് വിലങ്ങിടണം എന്നാണ് എല്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉയർന്ന പ്രധാന ഒരു വാദം. പക്ഷേ ഒരു കടുത്ത തീരുമാനത്തിൽ തന്നെയായിരുന്നു CPM. ഇനി അങ്ങോട്ട് ഒരു ചെറ്റ വർത്തമാനം ഞങ്ങളുടെ വായിൽ നിന്ന് വരില്ല എന്ന്. പക്ഷേ അത് ആദ്യം തന്നെ പൊളിച്ചടുക്കിയത് സ്വരാജ് സഖാവാണ്. ഈ ബുദ്ധി കൂടിയാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ട്രോളുകൾ വരുന്നത്. കാരണം സ്വരാജ് സഖാവൊക്കെ ഭയങ്കര ആധികാരികമായി സംസാരിക്കുന്ന മനുഷ്യന്മാരാണ്. അവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അങ്ങേയറ്റം തറ വർത്തമാനങ്ങളും പുറത്തു വരുന്നത്. എന്തായാലും സ്വരാജിന് നല്ല 8ന്റെ പണി പിന്നാലെ വരുന്നുണ്ടെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ CPMനോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി എത്രയൊക്കെ വട്ടം കൂടിയിരുന്ന് ചർച്ച നടത്തിയാലും നിങ്ങൾക്കുള്ളിലുള്ള ഒരു ധാർഷ്ട്യമുണ്ട്. ഞങ്ങൾ അങ്ങ് എന്തോ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും, ഞങ്ങൾക്ക് താഴെയാണ് എല്ലാവരും എന്നുള്ള ചിന്തകൾ. അത് ഈ CPMന്റെ ഈർക്കിലി നേതാക്കൾക്ക് വരെയുണ്ട്. ഇങ്ങ് താഴെ തട്ടിലുള്ള ഞാഞ്ഞൂലുകളുണ്ടല്ലോ, അവർക്ക് വരെയുള്ള ഒരു ധാർഷ്ട്യമാണ്. ഇനി എത്രയൊക്കെ വട്ടം കൂടിയിരുന്ന് നിങ്ങൾ വട്ടമേശ സമ്മേളനം നടത്തി തിരുത്തണമെന്ന് വിചാരിച്ചാലും ഇത് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം പുറത്ത് ഇമാതിരി നാറിയ വർത്തമാനങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ചീഞ്ഞളിഞ്ഞ സ്വഭാവം ഒന്ന് മാറ്റി നിർത്തിയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും രക്ഷപ്പെടാം. അല്ലെങ്കിൽ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ അടി കിട്ടുമെന്ന് ഇപ്പോഴേ പ്രവചനമുണ്ട്. ഇനിയും ഈ വഴിക്ക് തന്നെയാണ് പോക്കെങ്കിൽ ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല. എന്നാലും പറയുകയാണ് ഇതിലും വലുത് എന്തെങ്കിലുമൊക്കെ കിട്ടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.